കോടനാട് വനങ്ങളിൽ ഏകദേശം 47 വർഷങ്ങൾക്ക് മുൻപ് 1973 ഒരു പിടിയാന വാരിക്കുഴിയിൽ വീഴുകയുണ്ടായി. അതറിഞ്ഞെത്തിയ വനംവകുപ്പ് സംഘം കാണുന്നത് തന്റെ അമ്മ വീണ കുഴിക്ക് ചുറ്റും നിലവിളി ചോടി നടക്കുന്ന തീരെ ചെറിയ ആനക്കുട്ടിയായിരുന്നു. ഏറി വന്നാൽ 4 മാസം പ്രായം മാത്രം ഉണ്ടാകുന്നവന്. കുഴിയിൽ വീണ ആനയെ എടുത്ത് ആനക്കുട്ടിയെ പറഞ്ഞിട്ടാൽ ചിലപ്പോൾ അവന്റെ ജീവൻ അപകടത്തിലായേക്കാം. പിടിയാനയെ കുഴിയിൽ നിന്നും കയറ്റുക, പകരം കുട്ടിയാനേക്കുക. അതായിരുന്നു വനംവകുപ്പിന്റെ തീരുമാനം. അത്ര ചെറുപ്രായത്തിൽ തന്നെ തന്റെ ജീവിതം മനുഷ്യർക്ക് ദാനം ചെയ്യേണ്ടി വന്നപ്പോൾ അവിടെ സ്വതന്ത്രമാക്കപ്പെട്ടത് അവന്റെ അമ്മയായിരുന്നു. ആനക്കേരളം അഴകുകൊണ്ട് വാഴ്ത്തിപ്പാടിയ കരിവീര വസന്തം. അഴകുകൊണ്ട് ആദ്യ ദർശനത്തിൽ തന്നെ ആനപ്രേമികളുടെ ഇടനെഞ്ചിൽ കുടികൊണ്ട അഴകിന്റെ തമ്പുരാൻ. ദേവീദേവന്മാർ എഴുന്നള്ളി നിൽക്കാൻ കൊതിച്ച ശിരസ്. താൻ അവതരിക്കുന്നിടത്തെല്ലാം അഴകിന്റെയും തികവിന്റെയും രൂപമായി തന്നെ കാണാൻ കൊതിക്കുന്ന ആനപ്രേമികൾക്ക് ആവേശം പകർന്ന ആണൊരുത്തൻ. നായകന്മാരിൽ നായകനായി പൂരം നയിച്ച ചരിത്രമുള്ള പൂരനായകൻ. ഇവൻ സാക്ഷാൽ അഴകിന്റെ തമ്പുരാൻ തിരുവമ്പാടി ശിവസുന്ദർ. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഇവനെപ്പോലെ ഇവൻ മാത്രം. ഇതിഹാസ കാവ്യങ്ങൾക്ക് മേലെ നിൽക്കുന്ന അത്ഭുത ജീവിതഗാഥയുമായി ഒരേ ഒരു ശിവസുന്ദർ. ഉറങ്ങാത്ത മോഹം തേടും ഉഷസ്സിന്റെ കണ്ണീർ തീരം, കരയുന്ന പൈതൽ പോലെ കരളിന്റെ തീരാദാം. അന്നും ഞാൻ പറയാറുണ്ട്, ഇന്നും പറയുന്നു. അതുപോലെ ഒരു ആന കാണാനും കൊണ്ടു നടക്കാനും ഭാഗ്യമുള്ളവർക്ക് തന്നെ പറ്റും. ഭൂമിയിലെ രാജാവായിരുന്നു അത്. ഇനി അങ്ങനെ ഒരു ആന ഈ കേരളത്തിൽ ഇല്ല. തൃശൂർ പൂരത്തിന്റെ ഗജകേസ് തിരുവമ്പാടി ശിവസുന്ദർ എരണ്ടക്കെട്ട് ബാധിച്ച് 2 മാസത്തിലേറെയായി ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് ചേരുന്നത്. സ്വപ്നങ്ങൾ കണ്ടുറങ്ങ് കാണാക്കടലിലെ നീരടിപ്പോയൊരു കിഴവന്റെ കഥ കേട്ട് നീ ഉറങ്ങ്. മണ്ണിലെ സ്വർഗത്തിൽ നീ പിറന്നു കുഞ്ഞ്, മണ്ണിനരൂപയായി നീ വളര്. മാനും ഉയരും മഴയും മാടത്തെ